നമസ്കാരം. ലോകമേറെ ആകാംക്ഷയോടെയും അതോടൊപ്പം തന്നെ പ്രത്യാശയോടെയും കാത്തിരുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ആദ്യ പടവുകളിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് പശ്ചിമേഷ്യൻ മണ്ണിൽ പെയ്തിറങ്ങിയ യുദ്ധത്തിൻ്റെ ഭീകരതയ്ക്കും രക്തച്ചൊരിച്ചിലിനുമൊക്കെ തന്നെ ഒരു താൽക്കാലിക വിരാമം ഉണ്ടാകുന്നുവെന്ന വാർത്ത ആശ്വാസത്തോടെയാണ് രാജ്യാന്തര സമൂഹം കേൾക്കുന്നത്. പലതവണ സമാധാനം വരുമെന്ന പ്രതീതി ഉണ്ടാവുകയും എന്നാൽ അത് വെറും മരീചികയായിട്ട് അവസാനിക്കുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എങ്കിലും നിലവിലെ വെടിനിർത്തൽ പ്രഖ്യാപനവും തുടർന്ന് നടക്കാൻ പോകുന്ന ചർച്ചകളും വെറുമൊരു വാക്കിൽ ഒതുങ്ങാതെ പ്രായോഗികമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ആ രാജ്യത്തെ നശിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പെട്ടെന്നുള്ള പിന്മാറ്റമാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. നരകം പെയ്തിറങ്ങും എന്നതുൾപ്പെടെയുള്ള കടുത്ത ഭാഷയിലുള്ള താക്കീതുകൾക്ക് ശേഷം അടുത്ത 2 ആഴ്ചത്തേക്ക് ഇറാനെ ആക്രമിക്കില്ലെന്ന യു-ടേൺ ആ ഒരു ട്രംപിൻ്റെ തീരുമാനം ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അവസാന നിമിഷം ഇത്തരമൊരു നിലപാട് മാറ്റത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന ചോദ്യവും സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. യുദ്ധമുഖത്ത് വിജയം അനിശ്ചിതമായി നീളുന്നതും സാമ്പത്തിക ബാധ്യതകളും ഇതിന് പിന്നിലുണ്ടായേക്കാം. ഈ സമാധാന പ്രക്രിയയുടെ ഏറ്റവും വലിയ വിജയമായി ട്രംപ് ഉയർത്തിക്കാട്ടുന്നത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാൻ സന്നദ്ധമായി എന്നതാണ്. ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായിട്ടുള്ള ഈ സമുദ്രപാത അടച്ചിട്ടത് ലോകരാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇറാൻ ഇതാദ്യമായിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത ലോകത്തെ അറിയിച്ചത് ട്രംപ് തന്നെയാണ്. എല്ലാ പ്രധാന അറിയിപ്പുകളും തന്നിലൂടെ തന്നെ പുറത്തു വരണമെന്നും സമാധാനത്തിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും തനിക്ക് ലഭിക്കണമെന്നുമുള്ള ട്രംപിൻ്റെ നയതന്ത്ര ശൈലിയാണ് ഇവിടെയും പ്രകടമായിരിക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷകൻ താനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ ഒരു പുതിയ നീക്കത്തെ കൂടി കാണാനായിട്ട്. ഉക്രൈൻ യുദ്ധം മുതൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം വരെ നീളുന്ന യുദ്ധ പരമ്പരകളിൽ പലപ്പോഴും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അവയൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല. അതായത് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു വലിയ ശക്തിക്കും യുദ്ധവുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന തിരിച്ചറിവാണ് അമേരിക്കയെ ഇപ്പോൾ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ നേടാനായില്ലെങ്കിൽ ചെറിയ നേട്ടങ്ങൾ വെച്ച് വിജയം പ്രഖ്യാപിച്ച് പിന്മാറുന്ന പഴയ തന്ത്രം തന്നെയാണ് ഇവിടെയും അരങ്ങേറുന്നത്. റഷ്യയ്ക്കും ഇസ്രയേലിനും പോലും തങ്ങൾ തുടങ്ങി വെച്ച യുദ്ധങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഗാസയിലെ സമാധാന പദ്ധതി ഇപ്പോഴും സംദിഗ്ധാവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോൾ ഇറാനുമായി ഒരു പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ബുദ്ധിയല്ലെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. 15ഓളം നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നതെങ്കിലും ഇറാൻ അവ തള്ളിക്കളയുകയായിരുന്നു. പകരമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇനം നിർദ്ദേശങ്ങൾ അതിപ്പോൾ അതീവ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുക എന്ന ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഇറാൻ്റെ എണ്ണ വിപണിക്ക് ഏർപ്പെടുത്തിയ വിലക്കുകളാണ് ആത്യന്തികമായിട്ട് ആ രാജ്യത്തെ പ്രകോപിപ്പിച്ചതും യുദ്ധത്തിലേക്ക് നയിച്ചതും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തി തടഞ്ഞിരുന്നു. ലോകത്തെ എണ്ണ നിക്ഷേപത്തിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇറാൻ. തങ്ങളുടെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ തിരിച്ചു ലഭിക്കുകയും ഉപരോധങ്ങൾ നീങ്ങുകയും ചെയ്താൽ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ 10 ദിവസത്തിനുള്ളിൽ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. യുദ്ധം നൽകിയ നാശനഷ്ടങ്ങളെക്കാൾ വലിയ നേട്ടം ഉപരോധം അവസാനിക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ ഉപരോധം പിൻവലിക്കുക എന്ന 1ാം കണ്ടീഷനിൽ അമേരിക്ക തീരുമാനമെടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണവും ചർച്ചാ വിഷയമായി മാറും. നിലവിൽ ഈ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് വലിയ തുക ചുങ്കം ഈടാക്കാൻ ഇറാൻ പാർലമെൻറ്റ് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെയും മറ്റു ലോകശക്തികളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിനായിട്ട് ഇറാൻ ഈ നിലപാടിൽ നിന്ന് അല്പം പിന്നോക്കം പോയേക്കാം. എങ്കിലും ഹോർമുസ് തുറക്കാൻ ഇറാൻ തയ്യാറായത് സമാധാന ചർച്ചകളിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ട്രംപ് ഉയർത്തിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ മടങ്ങുമ്പോൾ അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന ചോദ്യം ട്രംപും അമേരിക്കയും നേരിടേണ്ടി വരും. മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിൻ്റെ ആസ്തികൾ റിലീസ് ചെയ്യുക എന്നത് ഇറാൻ്റെ പ്രധാന ആവശ്യമാണ്. കൂടാതെ മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ എന്നിവർക്കെതിരെയുള്ള ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. പരസ്പരം ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകാൻ സാധിച്ചാൽ മാത്രമേ ഈ ചർച്ചകൾക്ക് ഒരു സ്ഥിരത കൈവരിക്കുകയുള്ളൂ.
ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുമെന്നാണ് കരുതപ്പെടുന്നത്. സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കൂ എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും അമേരിക്കയും ഇസ്രയേലും ഇത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. എണ്ണയും ഗ്യാസും സുലഭമായിട്ടുള്ള ഇറാൻ എന്തിന് ആണവോർജം തേടുന്നു എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. എങ്കിലും മിസൈൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാൻ സാധ്യതയില്ല. കാരണം തങ്ങളുടെ പ്രധാന പ്രതിരോധ ആയുധമായും ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന ശക്തിയായും ഇറാൻ കാണുന്നത് അവരുടെ മിസൈൽ ശേഖരത്തെയാണ്. പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ട് ഒരു ചർച്ചാ അന്തരീക്ഷം രൂപപ്പെട്ടത് വലിയൊരു നയതന്ത്ര ചുവടുവയ്പ്പാണ്. നേരത്തെ നടന്ന പല ചർച്ചകളും പരാജയപ്പെട്ട ചരിത്രമുണ്ടെങ്കിലും ഇത്തവണത്തെ 14 ദിവസത്തെ വെടിനിർത്തൽ അത് ഇരുപക്ഷവും കൃത്യമായിട്ട് പാലിക്കുമെന്നാണ് റിപ്പോർട്ട്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആശയവിനിമയ സംവിധാനങ്ങളുടെ തകർച്ച മൂലമാകാനാണ് കൂടുതലും സാധ്യത. സൈനിക കമാൻഡുകൾക്ക് കൃത്യമായ സന്ദേശം ലഭിക്കുന്നതോടെ ഈ വെടിവയ്പ്പുകളൊക്കെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച ഇന്ന് തുടങ്ങുന്ന ചർച്ചകൾ ലോക ജനതയ്ക്ക് പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാനായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് മുന്നോട്ട് വന്നത് പലരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹം ഇറാനുമായും ചർച്ചകൾ തുടരുകയാണെന്ന് എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. പാകിസ്ഥാൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഭീകരവാദികളെ സഹായിക്കുന്ന രാജ്യമെന്ന ആക്ഷേപം ഇന്ത്യയും അതോടൊപ്പം തന്നെ അമേരിക്കയും ഒരുപോലെ ഉന്നയിക്കാറുള്ളതാണ്. ഒസാമ ബിൻ ലാദന് അഭയം നൽകിയ ചരിത്രമുള്ള പാകിസ്ഥാന് എങ്ങനെ ഒരു സമാധാന ചർച്ചയിൽ വിശ്വസ്തമായ പങ്കുവഹിക്കാനായിട്ട് കഴിയും എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് ശൈലിയിലുള്ള നയതന്ത്രം ശ്രദ്ധേയമാകുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താല്പര്യം മാത്രമാണ് പ്രധാനം. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറുമായി ട്രംപിനുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഈ മധ്യസ്ഥതയ്ക്ക് പിന്നിലുണ്ടെന്നും കരുതപ്പെടുന്നുണ്ട്. ഇതൊരു ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധം എന്നതിലുപരിയായിട്ട് കൃത്യമായ ഒരു ബിസിനസ് ഇടപാടായിട്ട് വേണം കാണാനായിട്ട്. ഷഹബാസ് ഷെറീഫിനെ പോലെയുള്ളൊരു ദുർബലനായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് ഇത്തരം വലിയൊരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞത് പാക് സൈന്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുള്ളതുകൊണ്ടാണ്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥത അംഗീകരിക്കാനായിട്ട് ഇറാനെ പ്രേരിപ്പിച്ചത് ചൈനയും റഷ്യയുമായിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകേണ്ടത് അത് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ചൈനയ്ക്ക് തടസ്സമില്ലാതെ എണ്ണ ലഭിക്കാനും ഇറാൻ ഒരു രാജ്യമായിട്ട് നിലനിൽക്കാനും സമാധാനം അനിവാര്യമാണ്. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളും എണ്ണപ്പാടങ്ങളുമൊക്കെ തന്നെ തകർക്കപ്പെടുന്നത് ചൈനയുടെ നിക്ഷേപങ്ങളെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ ആക്സസ് ഉള്ള പാകിസ്ഥാനെ ഒരു വേദിയായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ചൈന നൽകിയ ഉപദേശം ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടാകണം. എന്നാൽ ഈ ചർച്ചകളിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇസ്രയേലാണ്. പാകിസ്ഥാനെ ഇസ്രായേൽ എത്രത്തോളം വിശ്വസിക്കും എന്നത് പ്രധാനമാണ്. അണവായുധമുള്ള ഒരു ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ എന്നും ഇസ്രായേലിന് ഒരു ഭീഷണിയാണ്. ഇറാൻ്റെ സമ്പൂർണ്ണ പതനം ആഗ്രഹിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമാധാന ചർച്ചകൾ അവരുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാണ്. എങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി താൽക്കാലികമായിട്ട് മാറി നിൽക്കാൻ ഇസ്രായേൽ നിർബന്ധരായേക്കാം എന്നും സൂചനയുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും ആക്രമണം തുടങ്ങാമെന്ന കണക്കൂട്ടലിലാകാം ഇസ്രായേൽ ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നത്. സമാധാനത്തിനായിട്ടുള്ള ഈ നീക്കങ്ങൾ ഇസ്ലാമാബാദിൽ ഒരു ക്ലീൻ സ്ലൈറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇസ്രായേലിനെ ചർച്ചാമേശയിൽ നിന്ന് മാറ്റി നിർത്തി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ബാന്ധവത്തിനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഷഹബാസ് ഷെറീഫ് തൻ്റെ പ്രസ്താവനകളിൽ ഇസ്രായേലിൻ്റെ പേര് പരാമർശിക്കാത്തത് ഇതിൻ്റെ സൂചന കൂടിയാണ്. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഈ ഒരു ശ്രമം വിജയിച്ചാൽ അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുക. ഏതായാലും ഇസ്ലാമാബാദിലെ ചർച്ചാ മുറികളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾക്കായിട്ട് ലോകം മുഴുവൻ ഇപ്പോൾ കാതോർക്കുകയാണ്.